ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാസ് സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഈ വചനം അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വചനമാണ്. കാരണം അച്ഛൻ തിരുപ്പട്ടം സ്വീകരിച്ചപ്പോൾ തിരുപ്പട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു മെമൻറ്റോ കാർഡ് അടിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അച്ഛൻ തിരഞ്ഞെടുത്ത വചനമായിരുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാസ് സുവിശേഷത്തിൻ്റെ തന്നെ 18-ാം അധ്യായത്തിൻ്റെ 26-27 വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്, മനുഷ്യനെല്ലാം അസാധ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അച്ഛൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് 1% പോലും സാധ്യത ഇല്ലാത്ത ഒരു മേഖല വരുമ്പോൾ അച്ഛന് വിശ്വാസമാണ്, ഉറപ്പാണ്, മാനുഷികമായിട്ട് 1% പോലും അവിടെ നടക്കില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന് അത് സാധ്യമാക്കി കൊടുക്കാൻ പറ്റും. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അച്ഛൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ന് അച്ഛൻ്റെ ശുശ്രൂഷകളെ, പൗരോഹിത്യ ശുശ്രൂഷകളെ കർത്താവ് ഇന്ന് ഓരോ നിമിഷങ്ങളിലും അത്ഭുതങ്ങൾ ചെയ്യാം. കർത്താവ് ഓരോ നിമിഷങ്ങളിൽ ഇടപെടുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അത്ഭുതാവഹമാണ്. വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ, മാനുഷിക തലത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടാം. കാരണം അച്ഛനുറപ്പാണ്, കർത്താവ് അത്ഭുതം ചെയ്യും. ഈ കാര്യത്തിൽ കർത്താവ് ഈ കാര്യത്തിൽ ഇറങ്ങി വരും. കർത്താവ് ഇപ്പോൾ ഇതിൻ്റെ മേൽ കരം വെക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ അനുഭവം, ഈ വലിയൊരു ഉറപ്പ് ഇന്നും മുന്നോട്ട് നയിക്കുന്ന വലിയ ശക്തിയായി ഓരോ നിമിഷങ്ങളിൽ ഇറങ്ങി വരുന്നത് കാണുവാൻ, അനുഭവിക്കാൻ കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. 2023 പറശാല രൂപതയിൽ അമ്പിളിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ദിവ്യകാരുണ്യ ആത്മാഭിഷേക കൺവെൻഷൻ നടക്കാം. ആ കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസത്തിൽ കൺവെൻഷൻ കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുടെ നിര, ആ നിരയിൽ രണ്ടാമത് നിൽക്കുന്നത് ഒരു അമ്മയും കുഞ്ഞുമാണ്. 12-13 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് മകളെ അമ്മ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞ് എന്ത് ഭക്ഷണം കഴിച്ചാലും അറിയാതെ മോഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസത്തിൽ ചിലപ്പോൾ 10, 12, 15, 18 പാമ്പറുകൾ മാറ്റേണ്ടതായിട്ട് വരികയാണ് ഈ മോഷൻ പോകുന്നത് കൊണ്ട്. നിരാശയുടെ പടുകുഴിയിലാണ് ഈ കൊച്ച് നിലകൊള്ളുന്നത്. പ്രിയപ്പെട്ടവർ, എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഈ കൺവെൻഷനിലേക്ക് കുഞ്ഞു വരുന്നത്. മരുന്നുകളെല്ലാം കഴിച്ചു, ഡോക്ടേഴ്സിനെ കണ്ടു, പക്ഷേ ഇതിനൊന്നും ഒരു മരുന്ന് ഇതിന് നിർത്താൻ സാധിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിലുള്ള അവരുടെ വിശ്വാസം, കർത്താവിലുള്ളവരുടെ ആശ്രയത്വം, അവര് ഇങ്ങനെ നിൽക്കാം. അച്ഛൻ ചോദിച്ചു, കർത്താവ് ഇതിൻ്റെ മേൽ, ഈ കുഞ്ഞിൻ്റെ മേൽ അത്ഭുതം ചെയ്യുമെന്ന് മോളെ നിനക്ക് വിശ്വാസമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈ കുഞ്ഞിന് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് തരുന്ന ഉറപ്പുണ്ട്. അച്ഛൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു വചനം തരും, കർത്താവ് ഒരു ഉറപ്പ് തരും, കർത്താവ് ഒരു ശക്തി തരും, കർത്താവ് ഒരു ബലം തരും. അതിൻ്റെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിരാശയില്, ദുഃഖത്തില്, കണ്ണുനീരില്, സകല നഷ്ടത്തിന്റെ അവസ്ഥയിലിരിക്കുന്ന ഈ കുഞ്ഞിന്റെ മേൽ കർത്താവേ നീ കരം വെക്കണമേ. കർത്താവെ, അറിയാതെ മോശം പോകുന്ന ഈ കുഞ്ഞിനെ ഇപ്പൊ നീ സുഖപ്പെടുത്തണമേ. നിന്റെ നാമത്തിൽ ആ രോഗത്തെ ബന്ധിച്ച് ബഹിഷ്കരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരാ പ്രാർത്ഥന കഴിഞ്ഞ് പോയി. കൺവെൻഷന്റെ 5 ദിവസത്തെ കൺവെൻഷനാണ്. കൺവെൻഷന്റെ അവസാനത്തെ ദിവസം ആ കുടുംബം, അമ്മയും ആ കുഞ്ഞും കൂടി സാക്ഷ്യം പറയാനായിട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ ഇപ്രകാരമുള്ളൊരവസ്ഥയിലൂടെ പോയ ഈ കുഞ്ഞ് അന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തി. ആ കൺവെൻഷന്റെ ആദ്യത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് പോയതിന് ശേഷം പിന്നീട് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യത്തിലധികമായിട്ട് മോഷൻ പോയിട്ടില്ല. പരിപൂർണമായ സൗഖ്യം കിട്ടിയെന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. നിങ്ങൾക്ക് കാണാം ആ സാക്ഷി, ആ കുടുംബം നിൽക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ഒരു പ്രാർത്ഥന പോലും ഈ ഭൂമിയിൽ കാലഹരണപ്പെട്ടു പോകില്ലെന്ന് കർത്താവ് പറയാ. നീ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ദൈവം നിനക്ക് തരുന്ന, ഈശോ തരുന്ന ഒരു ഉറപ്പുണ്ട്. അതിന്റെ മേൽ അവിടെ ഇടപെടും. നിന്റെ പ്രാർത്ഥനയിലുള്ള ആശ്രയത്വമാണ് ദൈവത്തെ വിളിച്ചു വരുത്തി അതിന്റെ മേൽ അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ, വിടുതലുകൾ സംഭവിക്കുക. കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഒരു കുടുംബമായി കർത്താവ് കുടുംബത്തെ മാറ്റുകയാണ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് ഇന്ന് തരുന്ന വലിയൊരു ഉറപ്പ്, ഏത് സാഹചര്യത്തിലും, ഏത് ഒരുപക്ഷെ മാനുഷിക തലത്തിൽ സാധ്യതകളില്ലാത്തിടത്ത് കർത്താവ് അത്ഭുതം ചെയ്യും, ഇടപെടുമെന്നുള്ള വലിയ ബോധ്യം ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനെ, ശുശ്രൂഷയെ അവിടുന്ന് മുന്നോട്ട് നയിക്കുക. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, അങ്ങയുടെ അത്ഭുത നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് ജീവിതത്തിൻ്റെ കണ്ണുനീരില്, വേദനകളില്, സഹനത്തില്, ദുഃഖത്തില്, നിരാശയിൽപ്പെട്ട് കഴിയുന്ന ഓരോ മകന്റെ, മകളുടെ മേൽ, രോഗികളുടെ മേൽ നിന്റെ സൗഖ്യദായകമായ കരം നീട്ടണമേ കർത്താവേ. അത്ഭുതം ചെയ്യണമേ കർത്താവേ. ഇന്ന് അവരുടെ ജീവിതങ്ങളുടെ മേൽ നിലകൊള്ളുന്ന സകലമാന നിരാശ, ദുഃഖങ്ങൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ വിട്ടുമാറി പോകട്ടെ. നിരാശ വിട്ടൊഴിയട്ടെ, ദുഃഖങ്ങൾ വിട്ടുപോകട്ടെ, നിരാശ വിട്ടുമാറി പോകട്ടെ, അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ, വിശ്വാസരാഹിത്യം വിട്ടൊഴിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദേശങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു യേശുവിൻ തിരുനാമത്താൽ. അത്ഭുത വിടുതൽ സംഭവിക്കുന്നു യേശുവിൻ തിരുനാമത്താൽ. ചങ്ങലയെല്ലാം അഴിഞ്ഞിടുന്നു യേശുവിൻ തിരുനാമത്താൽ. അത്ഭുത സൗഖ്യം നിറഞ്ഞിടുന്നു യേശുവിൻ തിരുനാമത്താൽ. ദേശങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു യേശുവിൻ തിരുനാമത്താൽ. ബന്ധനമെല്ലാം അഴിഞ്ഞിടുന്നു
നിറഞ്ഞിടുന്നു യേശുവിൻ തിരുനാമത്താൽ ചങ്ങലയെല്ലാം പൊട്ടിടുന്നു യേശുവിൻ തിരുനാമത്താൽ സൗഖ്യം നിറഞ്ഞിടുന്നു യേശുവിൻ തിരുനാമത്താൽ